എന്നത്തെയും പോലെ തന്നെ ഇന്നും വന്നതും കുക്കിംഗ് പരിപാടിയിലോട്ടാണ് കേട്ടോ ആദ്യം പോയത്. അപ്പോൾ ഞാൻ വന്നതും ചോറ്റിനരി ഇട്ടു. പിന്നെ മീനുണ്ടായിരുന്നു കേട്ടോ, ഓലക്കുടി മീനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് വറുക്കാനും കറിക്കുള്ളതും കൂടെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇത് 1/2 കിലോ മീനാണ് കേട്ടോ. 1/2 കിലോ മീൻ മേടിച്ചാൽ തന്നെ ഇവിടെ ധാരാളമാണ്. അപ്പോൾ മീൻ അധികം ഇവിടെ മേടിക്കാറില്ല. അഥവാ മേടിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള മീനാണ് കേട്ടോ മേടിക്കുക. അപ്പോൾ ഇങ്ങനെ മേടിക്കുമ്പോൾ തന്നെ ഞാനത് ഫിഷ് ബിരിയാണി ആക്കി വെക്കാനാണ് കേട്ടോ കൂടുതലും ചെയ്യുക. അപ്പോൾ ഇന്ന് വിചാരിച്ചു കറിയാക്കി വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് വറുക്കാനുള്ളതാക്കുകയാണ് കേട്ടോ. അതിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കോൺഫ്ലവർ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്ത് തീർക്കാം. അതവിടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഒരു മൺചട്ടി വെച്ചിട്ട് മീൻ കറി വെക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവയും കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക കേട്ടോ. എന്നിട്ടൊരു 4 പച്ചമുളകും കൂടെ ഇട്ട് പൊട്ടിച്ച് അതിലോട്ട് ചെറിയ ഉള്ളിയും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഒന്ന് വഴണ്ടി വരുമ്പോൾ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കുകയാണ് കേട്ടോ. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി അതിലോട്ട് 2 കഷ്ണം കുടംപുളി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കണം ബാക്കി മീനും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഒന്ന് അടച്ച് വെച്ച് വീണ്ടും വേവുന്നവരെ ഒന്ന് തിളപ്പിക്കാം. അത് നന്നായി തിളച്ച് പച്ചമണമൊക്കെ പോകുമ്പോൾ നമുക്ക് അരച്ച് വെച്ച തേങ്ങ കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല കട്ടിയുള്ള മീനായതുകൊണ്ട് ഉടഞ്ഞൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം കൂടുതലും മീൻ കറി ഞാൻ വെക്കുകയാണെങ്കിൽ തേങ്ങ അരച്ച് തന്നെ വെക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഞാൻ എടുക്കും. അതിനിടയ്ക്ക് ചോറായി വാറ്റി പിന്നെ മീൻ നമ്മൾ മാറ്റി വെച്ചത് വറുത്തുകൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/2 കിലോ മീൻ മേടിച്ചിട്ട് ഞാനതിൽ കറിയും വെച്ച് വറുക്കുകയും ചെയ്ത്. പിന്നെ നബിൽ മീൻ അധികം കഴിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ വറുക്കുന്ന പോലെ പേസ്റ്റൊക്കെ ചേർത്ത് കോൺഫ്ലവറൊക്കെ ഇട്ട് വറുത്തെടുക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ അവന് ചിക്കൻ്റെ ഒക്കെ ആണെന്ന് ഓർത്ത് കഴിച്ചോളും. അപ്പം ഇതാണ് ഇന്നത്തെ ഫുഡ് കറിയെല്ലാം ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.